ഷാനറ്റിൻ്റെ ബിഗ് ഡേയിൽ എനിക്ക് എൻ്റെ ബെസ്റ്റ് മെമ്മറി വിത്ത് ഷാനറ്റ് എനിക്ക് ഷെയർ ചെയ്യാനുണ്ട്. എന്നെ തല്ലരുത്, പക്ഷേ ഇതാണ് ആ മെമ്മറി എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ മൊമെൻറ്റിൽ. അറ്റ് ദ സെയിം ടൈം ഞാൻ ഭയങ്കര ഇമോഷണലാണ്. ഞാൻ കംപ്ലീറ്റ്ലി ഒരു കാര്യം പ്രോസസ്സ് ചെയ്തിട്ടില്ല. അച്ചാച്ചനെ നമ്മുടെ ഫാമിലിയിലേക്ക് വെൽക്കം ചെയ്യുന്നത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അച്ചാച്ചൻ നല്ല ഹാപ്പി, നല്ല വൈബാണ്. ഞാനും അച്ഛനും അങ്ങനെ എപ്പോഴും സ്നേഹിച്ച് ബ്രദറും സിസ്റ്ററും തമ്മിലുള്ള ഒരു വലിയ ബോണ്ടും കാര്യങ്ങളും ഒന്നും ഞങ്ങൾ പ്രകടിപ്പിക്കത്തില്ല. കാണുമ്പോൾ എല്ലാവരുടെയും മുന്നേ ഞങ്ങൾ ഇച്ചിരി തല്ലും വഴക്ക് കൊടുത്തതാണെങ്കിലും തമ്മിൽ ഭയങ്കര ഞങ്ങൾ നല്ല ഒരു കണക്ഷനാണ്. സ്കൂൾ ടൈം എന്ന് പറയുമ്പോൾ കൂടുതൽ ഫുള്ള് വഴക്ക്, അങ്ങനത്തെ സിബ്ലിംഗ് ഫൈറ്റ്സ് ഒക്കെ അറിയാമല്ലോ. അപ്പോൾ അതുപോലെ ഭയങ്കര ഫൈറ്റൊക്കെ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി ഇങ്ങനത്തെ വഴക്കൊക്കെ ആയിരുന്നു. പക്ഷെ ഏതോ ഒരു പോയിന്റ് തൊട്ട് അവൾ കൂടുതൽ എന്നെ ആരും എൻ്റെ കുറ്റം പറയാനോ എന്നെ വഴക്ക് പറയാനോ ഒന്നും സമ്മതിക്കത്തില്ല. ഭയങ്കര പ്രൊട്ടക്റ്റീവാണ് എൻ്റെ അടുത്ത്. എൻ്റെ എല്ലാ കാര്യവും എൻ്റെ മുന്നേ നടന്ന് ചെയ്തു തരുന്നത് എൻ്റെ ചേച്ചിയാണ്. അപ്പോൾ നാളെ ഇനിയിപ്പോൾ എൻ്റെ കൂടെ ഇല്ല, അല്ലെങ്കിൽ ഒക്കെ വേറൊരു ഫാമിലിയിലേക്ക് ഷെയർ ചെയ്ത് പോകാമെന്ന് പറയുമ്പോൾ ഒരു കുറച്ച് വിഷമമുണ്ട്. പക്ഷേ ഏറ്റവും നല്ലൊരു ഫാമിലിയിലേക്ക് അവൾ പോകുന്നു. അപ്പോൾ അവളേറ്റവും ഹാപ്പി ആയിട്ട് അവിടെ ഇരിക്കട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ ദൈവം ഞങ്ങൾക്ക് വേണ്ടി കരുതിയിരുന്ന ഒരു മോളാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ കുടുംബം തലമുറകളൊക്കെ അനുഗ്രഹപ്പെടണമെങ്കിൽ ആ മോളുടെ അനുഗ്രഹം വേണം. അതിന് അവളുടെ നല്ല ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളൊരു പെൺകൊച്ചാണ്. അത് ഞങ്ങൾക്ക് കുടുംബത്തിന് ഭാവിക്ക് ഈ ബന്ധങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കാനത് പറ്റുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ചേച്ചിക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് റോളുണ്ട് അച്ഛൻ്റെ ലൈഫിൽ. ഭയങ്കര ആയിട്ട് കംഫർട്ടാക്കാനും അച്ഛനെ ഭയങ്കരമായിട്ടൊന്ന് മെരുക്കിയെടുക്കാൻ തന്നെ ആ ചേച്ചിക്ക് പറ്റുന്നുണ്ട്. ചേച്ചിക്ക് എൻ്റെ അടുത്താണ് ഓരോരോ അഭിപ്രായങ്ങൾ ചോദിച്ച് എൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതിയോ അങ്ങനെ ചെയ്താൽ മതിയോ അങ്ങനെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ഭയങ്കര കംഫർട്ടായിട്ടാണ് എൻ്റെ അടുത്ത് നിൽക്കുന്നത്.